ആയിക്കോട്ടോ കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചാനലിൽ ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു മീൻകുളം വറ്റിച്ചിട്ട് അതിനകത്തുള്ള മീനുകളെല്ലാം മാറ്റി നമുക്ക് പുതിയ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിറച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ മീൻ പിടിക്കാൻ പോവാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതിനകത്തുള്ള ചെറിയ കുഞ്ഞു ഗപ്പിക്കുട്ടികളൊക്കെ ഉണ്ട്, അവരെല്ലാം പിടിച്ച് ടാങ്കിലേക്ക് ആക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. ചെറിയ കുഞ്ഞു ഗപ്പികളൊക്കെ ഇപ്പം പിടിച്ച് ടാങ്കിലേക്ക് മാറുന്നു. ഒരുപാട് ചെറിയ കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മൊത്തം പിടിച്ചിട്ട് പിന്നെ അതിനകത്തൊരു വലിയ മീനോടുണ്ട്. ആ വലിയ മീനെ പിടിക്കാനുള്ള ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഞാൻ വല പിടിച്ചോ. ഇതിൻ്റെ ഒരു തല പിടിച്ചോ. അപ്പോൾ ഇനി നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ടേ മൊത്തമായിട്ടൊന്ന് കോരി നോക്കാം. ചെറിയ ബക്കറ്റേക്ക് മാറ്റിയിട്ട് പിന്നെ നിർത്താൻ മതിയോ? അങ്ങനെ ഇട്ടാൽ മതി. ഒരു ബക്കറ്റേക്ക് ഇട്ടിട്ട് ഒരു ബക്കറ്റ് വേണം. ഒരുപാട് കളർ മീനുകളുണ്ട്. അല്ലേ പെട്ടെന്ന് പിടിച്ചോ, ഒന്ന് കൂട്ടി പിടിച്ചാണോ, ഒന്നിച്ച് കൂട്ടി പിടിച്ചാണോ കൊടുന്നോ? വെച്ചാൽ മതി. സാധനങ്ങളൊക്കെ താവണം. ഇതാണ് ഭയങ്കര പ്രശ്നം. അടുത്ത കോരൽ നല്ല ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്നിച്ച് ഇതിനകത്ത് മീനുണ്ട്, അതിനകത്ത് മീനുണ്ട്, ഇവിടെ ഒരു മീനുണ്ട്. ഇതിന്നാണെങ്കിലേ ഒരു ബക്കറ്റിക്ക് ആ ചെറുതുകൊണ്ട് പിടിച്ചാൽ വേണ്ട. ഇങ്ങനെ ഇതിപ്പോൾ നേരത്തെ കൊണ്ടുവന്നിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഉണ്ടോ? കൊടുക്ക് സ്കോതിയോ. അവിടെ വെച്ചാൽ ഒരു മീന് ഇതിൽ ചാറായിട്ടുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് മീൻ പിടിക്കാൻ പോകണേ. അതിനെന്തോ സംഭവിച്ചിട്ടുണ്ടല്ലേ മീനിന്.
നല്ല ഐറ്റംസ് ഒക്കെ നിങ്ങൾ പോയി പോയതാണ്. ഈ ഒരു സാധനമാണ്, ഈ ഒരു ഇതിൻ്റെ കാരണം കൊണ്ടാണ് ഇപ്പം നമ്മൾ ഇത് മൊത്തം മാറ്റണം കേട്ടോ. ഇതിൻ്റെ പേരെന്താ? ഒച്ചോ? ഒച്ച്. ഒരുപാട് ഒച്ച, ആകെ 1-2 ഒച്ച ഈ പായലിനകത്ത് വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ മൊത്തം കഴുകി വെള്ളം മൊത്തം വൃത്തികേടായിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ട, നമുക്ക് തിരിച്ചിടുന്ന സമയത്തൊക്കെ ക്ലീൻ ആക്കിയാൽ പോരെ. മൊത്തം വെള്ളം ക്ലീൻ ആക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യണത് ഇപ്പോൾ ഇതിനകത്തുള്ള വെള്ളം കുറച്ച് ഒഴിവാക്കണം, പുറത്തോട്ട് ഒഴിവാക്കണം. ഇപ്പോൾ മുകളിലുള്ള മീനുകളൊക്കെ പിടിച്ചു, മുകളിലുള്ള മീനുകളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് പോയി, കുറേ എണ്ണം പേടിച്ചിട്ട് താഴോട്ട് പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം വറ്റിച്ചതിന് ശേഷം വരുന്ന മീനുകളെ പിടിക്കാം. അപ്പോൾ അതിനുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം ഇതിനകത്തോടെ വെച്ച് പൈപ്പിനകത്തോട്ട് വെള്ളം നിറക്കുക കേട്ടോ. ആദ്യമേ ചണ്ടി ഒടുങ്ങിക്കോ ആദ്യം വന്നതിൽ വേല കൂടി വെള്ളം ചേർന്ന് പോയി. ഇപ്പോൾ വെള്ളം തുറന്നു വിട്ടു, ടാങ്കിനകത്തുള്ള വെള്ളം മൊത്തം നമ്മൾ തുറന്നിട്ടിരുന്നു. മീനുകൾ വരുന്നുണ്ടോ കേട്ടോ നമുക്കിവിടെ. लाला भाई मीन आएगा, मछली आएगा? वही देखे देखेगा, छोटा वाला मछली आएगा 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 वही देख लो. ലാല പറഞ്ഞു ചോട്ടാ മച്ചിലി അവിടെ വരുന്നു. ഇതിനകത്ത് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ചണ്ടികളെ മൊത്തം കൂടിയിട്ട് ഇത് പൈപ്പ് അടഞ്ഞു പോകണം അല്ലേ? പോക്കൂ ഇങ്ങോട്ട് നോക്കൂ. അക്ഷമനായി കാത്തിരിക്കുന്ന മിസ്റ്റർ പോക്കു. അപ്പോൾ ഇന്നത്തെ ഫുൾ ഡയറക്ഷൻ കം പ്രൊഡ്യൂസറൊക്കെ നമ്മളെ പോക്കുവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ. എന്താണ് ഈ ഒരു ഇതാണ് നമ്മൾ മീൻകുളത്തെ മൊത്തം നശിപ്പിച്ചത്. मर गया साला रे उधर डाल
നിങ്ങൾ ചെറുതാണെങ്കിലും പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഞാൻ പിടിച്ചു. ഗപ്പിക്കുട്ടിയല്ലേ ഇത്? എത്രടാ പറയണ്ടല്ല. ഇതിന്റെ ഒരു പച്ച മീൻ അതോടെ വന്നിട്ടില്ല. പച്ച അതിനൊരു കലമാണ് കാക്ക പിടിക്കാൻ. ഇവിടെ ഇത് താഴെ അതല്ല പച്ച, ഇതല്ലേ അതല്ല 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 ഫുള്ള് പച്ച നല്ല തിളങ്ങണ ഫ്ലൂറസന്റ്. ഇതല്ലേ? ഇതല്ല 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 മാറി മാറി. സുഹൃത്തോടെ പോയി സൈഡ് കാണാൻ പറ്റുമോ? ഹലോ. ഇപ്പോൾ ആ ഭാഗം പറ്റിയോ വെള്ളം? ഇല്ലല്ല 2 ഇഞ്ച് 3 ഇഞ്ച് വെള്ളം പറ്റി. ഇത് ഇന്ന് തീരുമോ അതോ 2 ദിവസം വേണ്ടി വരുമോ? പമ്പ് ചെയ്യാന് മോട്ടർ വെച്ച് പമ്പ് ചെയ്യല്ലേ? പാറമട പറ്റിക്കണേ. നമുക്ക് വറുത്ത് തിന്നാ അതല്ലേ? ചെമ്മീൻ വറക്കണക്ക്. ഈ ഒരു കുളത്തിനെ നശിപ്പിച്ച മെയിൻ ശത്രു പോക്കുവിൻ്റെ സുഹൃത്ത്. അതിനൊക്കെ ഒഴിവാക്കണം കേട്ടോ, അവിടെ നിന്നൊക്കെ ഒഴിവാക്കണം. അതൊക്കെ നീ പോ. അത് അയിമുണ്ട്, ഈ ഇതിമുണ്ട്, ഈ മരത്തുമ്മലൊക്കെ ഉണ്ട്. അതൊക്കെ മൊത്തം ഇല്ല. ഒരു വെയിലോടാണ് എന്നാ ചോ. നോട്ടെ. അതല്ല 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 നല്ല പച്ച ഉണ്ട്. പച്ച മീൻസ് ഒരു ഫ്ലൂറസെന്റ് കളറ്. കണ്ടിട്ട് അല്ലേ? ഞാൻ എന്നും നോട്ട് ചെയ്യണല്ലേ അതിനെ. ഇതൊക്കെ സംഭവം ഇതിന്റെ വാല് രസം കേട്ടോ. എന്തേ എടാ നമ്മളാ മീനോടെ ഇതിലുണ്ടോ? അതിലില്ല. ഇല്ലേ? നല്ല ശരിക്ക കളറോ? ഫ്ലൂറസെന്റ് കളറ്? ആ വെറൈറ്റി വെറൈറ്റി. ഇതല്ല അതാണ്. അതല്ല ഫുള്ള് അതല്ല കളറ്. അതന്നെ ഞാൻ പറഞ്ഞു നേരത്തെ പിടിച്ചെടുത്തേന്നു. അതാണ് സാധനം. അതിനിപ്പോ മിക്കവാറും അതിലുണ്ടാവും. ആ പച്ചന്റെ സംഭവം. ശിശു ഉണ്ട് കേട്ടോ ഇത് പറയാൻ. ശിശുവിനെ കിട്ടിയാ? ശിശു ഉണ്ട്. നിങ്ങൾ എണ്ണിയിടാൻ പറ്റുമോ അതിക്ക് തിരിച്ചിടുമ്പോ? എവിടെ? പാലല്ല, ഫുൾ പച്ച വേണം. എന്തായി? നല്ല മീനുകളും കിട്ടുന്നുണ്ടോ? ഒറ്റ മീൻ വന്നില്ല. കിട്ടുന്നില്ല. ആമ്പൽ ചട്ടി. ഇനി എന്താ ഇതിനകത്തുള്ളത്? ആ വലിയ മീനോടെ बड़ा वाला मछली किधर है? ओके या हिलता भी नहीं, हिलता भी नहीं है। एक छोटा वाला भी है। ഉദ്ദേശിച്ച മീൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ പൊന്തി വന്നേ. ഇവിടെ മൊത്തം കലക്കുണ്ട്. ഇവിടെ 2 ആള്. വിഷ്ണു ആ നെറ്റോടൊന്ന് ഇവിടെ നിന്ന് ഇളക്കിക്കേ. ആ വലിയ മീൻ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് അങ്ങനെ അടുപ്പിച്ചു കൊടുക്കും. ഇല്ല
എവിടേക്ക് പോയി? പോയി എന്താ പോയില്ലേ? അവിടെ എത്തിയോ? അത് നമുക്ക് ഫ്രൈ ആക്കുന്നു. ഇവിടെ ആ കുറച്ചുകൂടി വെള്ളം പറ്റിയാ കാണല്ലേ? അത് നെറ്റ് ഉണ്ടോ വെള്ളം വരുന്നേനെ? അവിടെ ആരും നോക്കണില്ല. പോകൂലേ? അതിനെ പിടിച്ചോ, കൈ കൊണ്ട് പിടിക്കോ? നീ മീൻ മതി, മീൻ മതി. വെള്ളം വെള്ളം മതി, അത് മാത്രം മാറ്റിയാൽ മതി. നമുക്ക് ഇതിന് പിടിച്ചിട്ടേ അല്ലെങ്കിൽ ഇത് നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. നിൽക്കാനുള്ള സ്ഥലം ഇല്ലേ? എങ്ങനെ പിടിക്കും? ആര് പിടിക്കും? വലന്റെ ഒരു തല നിങ്ങൾ പിടിക്കണം. എവിടെ പിടിക്കണ്ട പറഞ്ഞ ഒരു തല മാസ്റ്റർ പറയൂ. മാസ്റ്റർ പറഞ്ഞ പോലെ കേക്ക് ഇത് പക്കണേക്ക ടോർച്ചിന്റെ പുഴയിലെ മുമ്പല്ല. ഒരു തല പിടിച്ചോ. ഇതിനെ ഒരു തല പിടിച്ചു. ഇവർക്ക് ആള് പോയി അവിടെ ആണോ? അവിടെ മൂലൊക്കെ ഇതിങ്ങോട്ട് വലുതിന് കയ്യിൽ പിടിക്കാക്കാ. നിങ്ങൾ വലിയ മീൻ പിടുത്തക്കാരനല്ലേ? അത് നമ്മളെ പണിയാട്ടോ, താകാൻ വേണ്ടി ഉള്ള വലിയ എല്ലാം കൊണ്ടേക്ക്. അവിടുന്ന് പോയാ ഉണ്ടായിരുന്നു. എൻ്റെ കാലടി കൂടെ പോയോ? ബടാ മച്ചിനൊക്കെ പറഞ്ഞു थोड़ा पानी कम ही आता था. കുറച്ച് താത്തി പിടിച്ചാ അവൻ വരും അടുത്ത്. കുറെ മീൻ ഉണ്ടാവും തീരെ. കുഴപ്പമില്ല. ആയിക്കോട്ടോ അതിന് പിടിച്ചിട്ടാ ചണ്ടി എടുക്കാൻ കേട്ടോ. പിടിച്ചാ ഉള്ള പോലെ സാധനം किधर गया? अंदर अंदर गया? अयो सुपर कृष्ण ഏതാ നനഞ്ഞിലഞ്ഞ് കുളിച്ചിട്ട് കയറിക്കോ. കിതറേ ഇതിനുള്ളിൽ ആടിയില്ലല്ലോ. എനിക്കറിയില്ല അവിടെ കാണില്ലല്ലോ. मैं गई थे देखा देगा ड्रम की तो रास्ते पानी किधर दिखेगा. എന്തായി തീരാനായോ നിങ്ങള്? ശരിക്കും എന്താ പറയാ, ഞാൻ അവിടെ ശരിക്കും നിങ്ങൾ ഇങ്ങോട്ട് പോരാ മതി. എന്തായി നിങ്ങൾ അങ്ങോട്ട് പോയി. ചേരണം അല്ല ചേറൊക്കെ തിന്നുണ്ടെങ്കിൽ മീനില്ലേന്നോ? അതിനുള്ളിൽ മീനുണ്ടോ അവിടെ അല്ലേ? ഇപ്പോൾ ഏകദേശം വെള്ളം മൊത്തമായിട്ട് വറ്റിപ്പോയിട്ടുണ്ട്. ഇനി അതിനകത്തുള്ളത് കുറച്ച് ചേറും അതുപോലെ തന്നെ നല്ല ചളിയും മണ്ണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പിടിച്ച് വല കൊണ്ട് കോരിയിട്ട് ആ ചേറിനകത്ത് നമുക്ക് മീനിനെ പിടിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് റിസ്ക് പിടിച്ച ടാസ്ക്കാണ്. കാരണം ചെറിയ ചെറിയ കുഞ്ഞു മീനുകളെല്ലാം ഈ മണ്ണിനകത്തുള്ളത് കൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ എല്ലാ മീനുകളെയും അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് വെള്ളം നനച്ചു കൊടുത്തുകൊണ്ട്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചേറ് നമുക്ക് ചെറിയൊരു പോണ്ടുണ്ട്, താമരയുടെ ചെറിയൊരു ചട്ടിയുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇതൊന്നിച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് പൊങ്ങിയിരുന്ന മീനിനെ സെപ്പറേറ്റ് പിടിക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് മൊത്തമായിട്ടൊന്ന് വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞ് അത് മൊത്തം കലക്കി അപ്പോൾ അതിനകത്ത് നിന്ന് മീനുകളെല്ലാം പൊങ്ങി വരുന്ന സമയത്ത് അതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അത് മൊത്തം നമ്മൾ ഇതിനകത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം അത് ആ മണ്ണും കാര്യങ്ങളൊക്കെ താഴെ അടിയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം.
അങ്ങനെ ഇപ്പോൾ വെള്ളത്തിൽ മൊത്തം ആ ചെളിയും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുണ്ട്. കുറേ മീനുകളൊക്കെ പൊങ്ങി വരുന്നുണ്ട്. നമുക്ക് നോക്കാം, കിട്ടുന്ന മീനുകളൊക്കെ പിടിക്കാം. കുറച്ചുകൂടി ചെളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്യണം. ഇതാ മീനുകൾ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു മീനിനെ കിട്ടി. നമുക്ക് അതിനകത്ത് നമ്മളെ ടാങ്കിനകത്തോട്ട് തന്നെ കൊണ്ടുപോയിടാം. ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു മീനുകളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഈ മണ്ണ് പുറത്തോട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാലേ, പുറത്തോട്ട് വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഈ മീനുകളൊക്കെ ചത്തുപോയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഏതായാലും ഇത് നല്ലൊരു ഉപയോഗമായി മാറി. എനിക്കൊന്ന് ഏകദേശം 10-20 മീനുകളോളം നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ചെറിയ കുഞ്ഞു മീനുകൾ ഇതിനകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണിയാൽ കിട്ടാത്തത്രയും മീനുകൾ നമ്മൾ ഈ ടാങ്കിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ മീനുകൾ, എനിക്ക് തോന്നുന്നു 8-10 മീനുകളോളം ചത്തു പോയിട്ടുണ്ട് ഈ വെള്ളം മാറ്റുന്ന സമയത്തും. അതുപോലെ തന്നെ കൈകൊണ്ട് പിടിച്ചാൽ തന്നെ ഒരുപാട് മീനുകൾ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിൽ, ചത്തു പോകുന്ന രീതിയിലുണ്ട്. അപ്പോൾ ഈ ടാങ്കിനകത്ത് തന്നെ ഇപ്പോൾ 2-3 മീനുകൾ ചത്ത് കിടക്കുന്നുണ്ട്. മാക്സിമം കിട്ടുന്നത്ര നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അവസാനഘട്ട മീനുകളെ, ചെറിയ കുറച്ച് മീനുകളോടെ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് നമ്മൾ പിടിച്ച് വല കൊണ്ട് പിടിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി ഏകദേശം എല്ലാ മീനുകളും തന്നെ നമ്മൾ ടാങ്കിലായി. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യണം. മൊത്തം ടാങ്ക് മൊത്തം ഒന്ന് കഴുകി ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് വേറെ പെയിൻറ്റും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഇതിനകത്തുള്ള പെയിൻറ്റിങ് തന്നെ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനകത്തുള്ള എച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏകദേശം വെള്ളം മൊത്തം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ടാങ്കിലോട്ട് നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു പ്രാവശ്യം നന്നായി തുടച്ചു വൃത്തിയാക്കി, അതിനകത്തുള്ള ചളിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി. ഇനി നമുക്ക് വെള്ളം നിറക്കുകയും ചെയ്യുന്നു. മൊത്തം ഈ ടാങ്ക് ഒന്ന് ഫില്ല് ചെയ്യണം. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റ്, 2000 ലിറ്ററോളം നമുക്ക് ഇതിനകത്ത് വെള്ളം വേണ്ടി വരും. അപ്പോൾ അത്യാവശ്യം ഒരുപാട് വെള്ളം കൊള്ളുന്ന ഇതാണ്, ടാങ്കാണ്. അപ്പോൾ നമുക്കതിനകത്തുള്ള ബാക്കിയുള്ള ഇതും നോക്കാം, എത്രത്തോളം വെള്ളം കൊള്ളുന്നത് നോക്കാം. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് വെയിലടിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം വെള്ളം ഫില്ല് ചെയ്യണം. അതല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ചൂടാവും. അതുകൊണ്ട് തന്നെ എത്രത്തോളം വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും അത്രത്തോളം വെള്ളം ഫില്ല് ചെയ്യണം. നമുക്കതിനകത്ത് ഏകദേശം നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വർക്ക് എത്രത്തോളം ഫിനിഷ് ആവും നോക്കാം. നമുക്ക് എന്ത് തന്നെ വന്നാലും ഇന്ന് തന്നെ മൊത്തം മീനുകൾ ഇതിനകത്തോട്ട് മാറ്റണം. കാരണം ആ ടാങ്കിനകത്ത് അത്രയും സേഫ് അല്ല അത്രയും മീനുകൾ. ഇപ്പോൾ ഏകദേശം വെള്ളം മൊത്തം ഫില്ലായിട്ടുണ്ട്. 90% വെള്ളം നമുക്ക് ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇതിനകത്തോട്ട് മീനിനെ നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ വെള്ളം മൊത്തം ഫില്ലായി. ഇനി നമുക്ക് ഇതിനകത്തുള്ള അടുത്ത പ്രോസസ്സ് എന്നുള്ളത് കുറച്ച് ഉപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ സാന്ദ്രതയും കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പ് സാധാരണ എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടാം. ഞാനിതിന് ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു കുഞ്ഞു മീനിനെ ഇതിനകത്ത് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മീനാണ് നിങ്ങൾ കാണുന്നത്, കണ്ടോ? അതിനകത്ത് ഓടി നടക്കുന്ന ഒരു മീനിനെ കണ്ടോ? അത് നമ്മൾ ഒരു ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഒറ്റ മീനിനെ മാത്രം ഇതിനകത്ത് ആദ്യം ഇട്ട് നോക്കിയാണ്. വെള്ളത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്.
കാരണം കുഴൽ വെള്ളമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കാഠിന്യം കൂടുതലായിരിക്കും, വെള്ളത്തിന് ഇരുമ്പിൻ്റെ അംശം കൂടുതലാണ്. ഇനി നമുക്ക് മീനുകളെ പിടിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് നോക്കാം. ആദ്യം കയ്യിൽ കൊള്ളുന്ന മീനിനെ അതിനകത്തോട്ട് കൊണ്ടുവന്നിടുകയാണ് ചെയ്യുന്നത്. നേരം നന്നായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ മീനുകളെ നന്നായി കണ്ടോളണമെന്നില്ല, നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ നാളെ രാവിലെ ബാക്കിയുള്ള മീനിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. മീനുകൾക്ക് കുഴപ്പമൊന്നുമില്ല, മീനുകൾ വെള്ളത്തിനകത്ത് ഓടി നടക്കുന്നൊക്കെ ഉണ്ട്. അവർ മുമ്പുണ്ടായിരുന്ന അത്രയും കാലം ജീവിച്ചിരുന്ന, ഏകദേശം എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമായി വെള്ളം മാറ്റിയിട്ട്. അപ്പോൾ അത്രയും കാലം ജീവിച്ചിരുന്ന വെള്ളത്തിൽ നിന്നുള്ള മാറ്റം വരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് 2 ദിവസം കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. മെയിൻ കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ബോർവെല്ലിലെ വെള്ളമാണ്, അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള വെള്ളമാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്ത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുറച്ച് കല്ലുപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറേ മീനുകളെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞു. അവറ്റകളൊക്കെ ഓടി നടക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഏതെങ്കിലും മീനുകൾ ചാവുന്നുണ്ടോ ഒക്കെ നമുക്ക് നോക്കാം. അപ്പം ഇനി ഓരോ പ്രാവശ്യമായിട്ടും ഓരോ കുറച്ച് മീനുകൾ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കും. ഇട്ടതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് കൂടുതൽ മീനുകൾ ഇനി നാളെ രാവിലെ കാണാം അല്ലേ. നല്ല അങ്ങനെ ഇന്നലെ രാത്രിയാണ് മീനിനെ പിടിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് മീനിനെ പിടിച്ചിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ വലിയ മീൻ ഇതിനകത്തുണ്ട് കേട്ടോ. അവന് ആളെ കണ്ട പേടിയാണ്. അപ്പോൾ നമ്മൾ കായലിനകത്തോട്ട് വായു വന്നിട്ട് ഇപ്പോൾ നമുക്കിനി കുറച്ച് ഈ ഫിഷിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു മിസ്റ്റർ ബ്ലൂ എന്ന് പറഞ്ഞൊരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചോ. നമുക്ക് ഇതിനകത്ത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സംഭവം കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. ഇതൊക്കെ ഈ വെള്ളം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽസാണ് കേട്ടോ. അത് വെള്ളം മൊത്തം സ്പ്രെഡായി കഴിഞ്ഞാലേ നമുക്കത് മൊത്തം വെള്ളം ഒന്ന് ക്ലീനായി കിട്ടും. മീനുകൾ ചാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഒരു വീഡിയോ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച് ഒരു മീൻകുളം എങ്ങനെ വൃത്തിയാക്കി അത് ക്ലീൻ ചെയ്ത് രണ്ടാമത് തിരിച്ച് മീനുകളുണ്ടെന്നൊരു പ്രോസസ്സാണ് ഇതിനകത്ത് കാണിച്ചത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.